അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊന്നല്ല, നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ പെരുന്നാൾ വീഡിയോ ആണ്. അതിനുശേഷം പിന്നെ വീഡിയോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെ, ഷോർട്ട് വീഡിയോകളൊന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ വേറൊന്നല്ല, ഓരോ തിരക്കും ഓരോ ബുദ്ധിമുട്ടും ഓരോ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇല്ലാത്തത്. ഇപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാല്, കുറെ മുമ്പ് ഞാൻ നിങ്ങളോട് പോസ്റ്റ് ചെയ്തിരുന്നത് എന്താ വെച്ചാല്, ജെസ്സി വയ്യാണ്ട് കിടക്കുമ്പോ അവളെ യൂട്യൂബ് റവന്യൂ അക്കൗണ്ടിൽ കയറി, അതേപോലെ ഒരു വസിയത്ത്, അതായത് യൂട്യൂബ് റവന്യൂ കിട്ടിയെന്ന് എന്തായാലും 20,000 രൂപ മാറ്റി വെച്ചു ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഞാനത് അടുത്ത വീഡിയോയിൽ ഞാൻ പിന്നെ അവള് മരിച്ചതിന് ശേഷം ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്ത്, അതിൽ കുറച്ച് പൈസ എടുത്തിട്ട് ഒരാൾക്ക് അവിടെ ഒരു യതീംഖാനയിലേക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രല്ല, അന്ന് ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. കാരണം ഞാനിത് ചെയ്യുന്നതൊന്നും പ്രശസ്തിക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ ജെസ്സിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൊതുവെ പറഞ്ഞത്. പിന്നെ ഈ വീഡിയോ എന്താ വെച്ചാല്, ഇപ്പൊ ഞാൻ ആ ബാക്കി ബാലൻസ് പൈസ കൊണ്ട് ഒരു എത്ര നേരത്തെ അല്ല, ഒരു ദിവസം 2 ദിവസം എത്ര അവർക്ക് അവരെ പോയിട്ട് ചോദിച്ചോട്ടെ. അവിടുത്തെ ഒരു ദിവസം 2 ദിവസത്തുള്ള ഭക്ഷണത്തിനുള്ള പൈസ നമ്മളൊന്ന് കൊടുക്കേണ്ട അവിടേക്ക് പോവുകയാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ വീഡിയോന്റെ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ നമ്മുടെ എന്താ മറ്റു യതീംഖാനകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഫണ്ട് കിട്ടുന്നുണ്ട്. ഫണ്ട് കിട്ടാത്തൊരു ഇതൊരു യതീംഖാനല്ല, ഒരു ബഡ്സ് സ്കൂളാണ്. അതായത് ഈ എന്താ പറയാ, ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ബഡ്സ് സ്കൂളാണ്. അപ്പൊ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ സഹായങ്ങളൊക്കെ കുറവാണ്. അപ്പൊ അവര് നമ്മളോട് പറഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്യണം, എന്താ പറയാ, അപ്പൊ നമ്മളൊരു പ്രചോദനമായിട്ട് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശമുള്ള ആൾക്കാരാണെങ്കിൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം. പിന്നെ അത് മാത്രല്ല, നമ്മൾ എന്താ വെച്ചാല് ജെസ്സിയുടെ ആഗ്രഹത്താൽ അവളുടെ വസിയത്താലാണ് നമ്മളിത് കൊടുക്കുന്നത്. നമുക്ക് എത്രയും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടെല്ലാം ഉണ്ട്, അതൊക്കെ ശരി. പക്ഷെ എങ്കിലും നമ്മൾ ആ പൈസ ഒന്നും ഞാൻ വേറൊരു കാര്യത്തിന് എടുക്കാതെ, എത്ര ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ആ പൈസ വേറൊരു കാര്യത്തിന് എടുക്കാതെ അവള് മാറ്റിവെച്ച, എന്റെ മനസ്സിൽ വിശ്വാസം, എന്റെ വിശ്വാസം അങ്ങനെയാണ്, നമ്മളിത് മാറ്റിവെച്ച പൈസ കൊണ്ട് നമ്മളെ കാര്യങ്ങൾ നടത്താൻ പറ്റൂല എന്നുള്ളൊരു വിശ്വാസമാണ് എന്റേത്. അപ്പൊ എത്ര ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ഈ കാര്യം പറഞ്ഞാൽ നമ്മൾ നടത്തൽ നിർബന്ധം. അപ്പൊ ആ കാര്യം തന്നെ നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞങ്ങളൊന്ന് പോകുന്നത്. അപ്പൊ കോട്ടക്കലില് അപ്പുറം എന്താണ് തെന്നല എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം മൊത്തം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, പെരുന്നാളെന്നതാ അങ്ങടിപ്പുറം കഴിഞ്ഞ് കോട്ടക്കൽ റോഡിന് കയറിക്കണം. പിന്നെ കോട്ടക്കല് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഇവിടെ എത്താന്. തെന്നാല എന്താ കറക്റ്റ്? തെന്നാല അതിന്റെ കണക്കാരെ താമസമുണ്ട് കൂടെ. ഇവിടെ ഏകദേശം ഇവിടെ എത്താനായി. ആകഞ്ഞ് 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ളു അങ്ങോട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, എന്താ വെച്ചാൽ കോട്ടക്കന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ്. നേരെ കയറി ചെല്ലാണ്, പോക്കത്ത് റോഡാണ്. നേരെ ചെല്ലണത് ഇങ്ങോട്ടാണ്, നേരെ കണ്ണൂർ റോഡ്. അപ്പൊ നേരെ നമ്മൾ കയറി ചെല്ലണം ഇങ്ങോട്ടാണ്. ബ്രോംസ് അതിന്റെ പേര്, സ്പെഷ്യൽ സ്കൂള്. നേരെ ഇതിക്കാണ് കയറി ചെല്ലുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ബഡ്സ് സ്കൂള്. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതിലാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പൊ ഇവിടെയാണ് അവരെ ക്ലാസ് റൂം ഉള്ളത്. അപ്പൊ എല്ലാരും ഉണ്ട്. എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെ വർത്താനം? സുഖല്ലേ? വാലേക്കും സലാം. എല്ലാവർക്കും ഉണ്ട്. ആരാത്? നിങ്ങളൊക്കെ എന്തെങ്കിലും പഠിച്ചോ? എന്താ പഠിച്ചത്? അമ്മേ, എല്ലാവർക്കും സുഖല്ലേ? സുഖല്ലേ എല്ലാവർക്കും? എത്ര കുട്ടികളോടുള്ള? 20. എന്തേ? നാളെന്തേ? നീക്ക് കൊണ്ടുവാ, എന്നിട്ട് വായേ. എന്താ പേര്?
അങ്ങനെ പാട്ടടിക്ക കേക്കട്ടെ, വീഡിയോ എടുക്കാം. പാട്ടാണ്. എന്നും എന്റെ ഓർമ്മകളിൽ ഓടി വരും നമ്പർ സുന്ദരം ഈ കലാലയം കൂട്ടിന് ഞാനും വന്നോട്ടെ തനയത്തും വിജയത്തും പോകരുവേ ഈ നാടിന്റെ വട്ടം കൂടെ കളങ്ങൾ നീ കണ്ണ കുഞ്ഞുവാണോമ്പ് വട്ടം തനയത്തും വിജയ മാഷല്ലേ? ഓരോരുത്തരും ഓരോ ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ ജ്യേഷ്ഠന്റെ കൂടെയാണ്. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളാണ്, വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ സന്തോഷ് ദിവ്യ അവര് മൂത്തതാണ്. അവര് ഇവ മൂത്തും ഇളയതുമാണ്. 10 വയസ്സ് വ്യത്യാസം. അവിടെ ഇരിക്കുന്ന കുട്ടിയില്ലേ, അവന്റെ സന്തോഷം നേരെ പുറത്തതാണ്. യാസീൻ ആണ് എന്റെ പേര്. എല്ലാ ഭക്ഷണ സാധനങ്ങളുടെ പേര് പറയും. അത് കണ്ടാലും പറയും. നമ്മളിപ്പോ എന്ത് കൊണ്ടുവന്നാലും കറിയൊക്കെ കൊണ്ടുവരുന്നായാലും ആ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പറയാതെ ഇന്നതാണ്, അത് വേണമെന്ന് പറയും. അപ്പൊ തിന്നാനുള്ളൊരു ഇങ്ങനെയുള്ള അലി എന്ന് പറയുന്നത് അവന് അത് അങ്ങനെ ഇരിക്കുള്ളൂ. ഇടയ്ക്കൊന്നും വരല്ലോ, അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെ പുറത്തൊരു തടിച്ചിട്ടാണ് അതൊന്നും ഭക്ഷണത്തിന്റെ ആണ്. ചെറിയ വയസ്സുള്ളൂ, 20 വയസ്സുള്ളൂ. ആ പുറത്തിരിക്കുന്ന ഫസ്റ്റ് സൗണ്ട് ഉണ്ടാക്കിയത് ഞാൻ പെട്ടെന്ന് കയറുന്ന സൗണ്ട് ഉണ്ടാക്കി. അല്ല കുഴപ്പമില്ല, നമുക്കറിയാം. അല്ല അല്ല അവൻ ബിരിയാണിക്ക് കാത്തിക്കാണ്. അവന് ബിരിയാണി വന്നു കഴിഞ്ഞാൽ അവന്റെ വൈലന്റ് ആകുമ്പോ എന്താ പ്രശ്നം വരുന്നത്? എല്ലാവരും ചിലപ്പോ നമുക്കിവിടെ നല്ല അടിക്കും. നമുക്ക് തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. കുട്ടികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവരല്ല, ശരിക്കും വീട് വഴിയുള്ളത്. അവരുടെ കിടപ്പിലായ ആളുകളാണ് അധികം ഉള്ളത്. പിന്നെ തീരെ സംസാരിക്കാൻ എടുത്തു നടക്കണം. അവർക്ക് നമുക്ക് അത്രയും ഹൈജീനിക് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാരണം പെട്ടെന്ന് ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിലവില് സഹായങ്ങൾ കുറവാണല്ലേ? സഹായങ്ങൾ കുറവാണ്. സഹായം എന്ന് പറയുന്നത് ഇപ്പൊ യാസ്മിനത്തിന്റെ ആ ഒരു ഇതിൽ നിൽക്കുന്ന സംഭവം. കുറച്ചുപേര് നമ്മളെ സഹായിക്കുന്നവരുണ്ട്, വല്ലപ്പോഴൊക്കെ ഉള്ള സഹായം എന്നുള്ള രീതിയിൽ തന്നെ. പക്ഷെ ഇപ്പൊ അധികം കടമായിട്ടാണ് പോകുന്നത്. കൃഷിയുള്ള സമയത്ത് നമുക്ക് പ്രശ്നമില്ല. കൃഷിയുള്ള സമയത്ത് അതിന്റെ പൈസ ഞാൻ ഇങ്ങോട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ വെച്ചാല് എന്റെ വൈഫ് ഇപ്പൊ മരിച്ചു ഏകദേശം പറഞ്ഞില്ല. അപ്പൊ അവള് പറഞ്ഞു വെച്ചിരുന്നതാണ്, ഞങ്ങൾ യൂട്യൂബുണ്ട്, അതിന് വരുമാനം കിട്ടിയിരുന്നു, അതിന് കുറച്ച് പൈസ മാറ്റി വെച്ചതാണ്. അപ്പൊ അത് അവൾക്കൊരു ഉപകാരമാവട്ടെ, അവൾക്ക് ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ കുട്ടികളെ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഏറ്റവും വലിയ മുന്നിൽ കാണാം. എനിക്ക്
തിരിച്ചാ നാളല്ലേ അപ്പൊ ലാസ്റ്റിക്ക് ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ആടെ റൈസ് വിളമ്പുന്നുണ്ട്, ചിക്കൻ വേറെ വരുന്നുണ്ട്. ഇവിടെ അത്ര അവസ്ഥയാണ്, എന്താ പറയാനും പറയാല്ല. ഓരൊക്കെ ഒന്ന് പെരുന്നാളാണ്, പൊലി വഹിക്കണു ഓന് കുറച്ച് അധികം കേട്ടോ. ഓന് ഫുഡ് വെയിറ്റ് ചെയ്ത ലാസ്റ്റ് എങ്ങനെയുണ്ട്? ചോറന്നേ ഞാൻ കിട്ടണ്ട. നീക്ക് നോക്ക്. ഞങ്ങളൊക്കെ പറഞ്ഞ സങ്കടത്തിലാണ് ആള്. ആൾക്കാരെ കാണുമ്പോ ആണല്ലേ ഇങ്ങനെ ഒരു സങ്കടം? ആണോ? ഞങ്ങളെ കണ്ടിട്ടാണോ? ചൂടാ മുളകുണ്ടാവട്ടെ, നോക്കണം കേട്ടോ. ഇപ്പൊ നല്ല മഴ ഉണ്ട്. നിനക്ക് പല്ലുവേദന എത്ര? ഇപ്പൊ നമ്മളെ കണ്ടിട്ടുള്ള വിഷമം എനിക്കല്ല, പല്ലുവേദന ഒന്നല്ല. കേട്ടോ, ഞാൻ പറഞ്ഞപ്പോ കഴിക്കണ്ട കേട്ടോ. ഭക്ഷണം കഴിക്കാൻ അവരെ കഴിച്ചു കഴിഞ്ഞു, ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചാണ് കാക്കാന്റെ ഭാര്യ. اللهم إني أسأل الله إني الله إني كافر الله يسمع الله إني الله وإني أغفر لي
ഉഷാറാട്ടെ. അപ്പോ ഇങ്ങനെ യാസ്മിൻ ഖാൻ ചെയ്യുന്നത്. യാസ്മിൻ ഖാനോട് ഞാൻ ബന്ധപ്പോൾ ഫോണിൽ വിളിച്ച് അവരുടെ ലൊക്കേഷൻ അയച്ചതും അവര് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഞാൻ അവിടെ വന്നതും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞാണ്. അപ്പൊ അവര് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറയും. 2009 മുതൽ ചന്ദന പഞ്ചായത്തിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇതും സ്പെഷ്യൽ സ്കൂൾ എന്ന പേര്. നമ്മുടെ പഞ്ചായത്തിന് സാമ്പത്തികമൊന്നും ഇല്ലാത്ത കുറേ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ 60ഓളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൊത്തം വേറെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അത് പല കുട്ടികളും നടക്കാത്തതും ഉള്ള കുട്ടികളാണ്. നമുക്ക് ഒരു 10-25 കുട്ടികളാണ് ഡെയിലിയോളം ഇവിടെ സ്ഥിരം വരുന്നത്. അവർക്കുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് നടത്തുന്നതും കാര്യങ്ങളൊക്കെ ഇവരാണ്. അപ്പൊ ഭയങ്കര ചെലവും കാര്യങ്ങളൊക്കെയാണ് ഇവരത്തേക്ക് അതൊക്കെ ചെയ്യുന്നത്. ഒരാൾക്ക് ഓരോ ഭാഗത്തുനിന്ന് സഹായങ്ങളൊക്കെ കിട്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ സഹായിക്കണം, ഇവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ താഴെ കൊടുത്തിരിക്കുന്ന താഴെ തന്നെ ഇതിന്റെ കമന്റിലും വീഡിയോന്റെ താഴെ ഞാൻ ഇവരെ നമ്പറും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കുക. അവർക്ക് വിളിച്ചിട്ട് ഇവിടെ വരാൻ ഒരു ലൊക്കേഷൻ അയച്ചു തരും. ഇവരുടെ കൂടെ സംസാരിക്കാം, ഇരിക്കാം, കളിക്കാം, ചിരിക്കാം, ഭക്ഷണം കൊടുക്കാം, അവരെ ഹെൽപ്പ് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ്റെ ഉദ്ദേശം തന്നെ അവർക്ക് സഹായം എന്നുള്ള രീതിയിലാണ്. അവർക്ക് ഹെൽപ്പ് ആരെങ്കിലും ഇപ്പം നമ്മളെ പോലെ തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും കഴിയുന്നവരൊക്കെ എന്താ മാക്സിമം അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർക്കും കൊടുക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഇവർക്ക് എന്തെങ്കിലും ഇൻഷാല്ലാ ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും അവർക്കുള്ള ഹെൽപ്പ് കൊടുക്കുക ഇൻഷാല്ലാ. ഞങ്ങൾ പോട്ടെട്ടോ, ഞങ്ങൾ പിന്നെ വരണ്ടോ. അപ്പൊ എല്ലാവർക്കും അസ്സലാമലൈക്കും. ആയിക്കോട്ടെട്ടോ, ശരിട്ടോ. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, ഭക്ഷണം കഴിച്ചിറങ്ങി. പിന്നെ അവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇടങ്ങേറ്. അവിടുത്തെ അവസ്ഥ, അവിടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അവള് മാറ്റി വെച്ചിരുന്ന ബാക്കി എമൗണ്ട് അത് 2 ദിവസത്തെ ഭക്ഷണം എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അവൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്തായാലും അതിനുള്ള പ്രതിഫലം. പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ പബ്ലിസിറ്റിക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ കരുതരുത്. കാരണം അവരെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അവർ കണ്ടപ്പോൾ നമ്മൾ കണ്ടിട്ട് വേറൊരാളും കൂടി അത് ചെയ്യാകുമ്പോൾ അതാണ് നമ്മളെ വിജയം. അപ്പം കഴിയുന്ന ആൾക്കാർ ഇങ്ങനെ ഭക്ഷണമായിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അവർക്ക് വലിയൊരു ഉപകാരം തന്നെ, സഹായം തന്നെയാണ് അത്. കാരണം നമ്മൾ ഒരാൾക്കാണ് വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അവരെ സഹായം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ലേ. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ ഞങ്ങൾ വീഡിയോന്റെ ഉദ്ദേശം അപ്പൊ അവരെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ വീഡിയോ അതിന്റെ ചെയ്യാണ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാല്ലാ.